കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറുന്നത് എപ്പോഴാണ്? 5 ഘടകങ്ങളുണ്ട്. ആ 5 ഘടകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം മനുഷ്യന്റെ കുടുംബമാകും. എന്താണ് 5 ഘടകങ്ങൾ? പണ്ട് കാട്ടാളന്മാരായിരുന്ന ദൈവവും പ്രാർത്ഥനയും പൂജയൊന്നും ഇല്ലാത്ത കാലത്ത്, കൃഷിയില്ല, വസ്ത്രമില്ല, ഭാഷയില്ലാത്ത കാലത്ത് 2 ജാതി ഉണ്ടായിരുന്നു. ആണുജാതിയും പെണ്ണുജാതിയും. അതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ടല്ലോ, ആണുജാതിയും പെണ്ണുജാതിയും. ഈ ആണുജാതിയും പെണ്ണുജാതിയും ഭക്ഷണം തേടി പോകുമ്പോൾ ഇടയ്ക്ക് പെണ്ണുജാതിക്ക് ആണുജാതിയും പോലെ പോകാൻ പറ്റില്ല. ഭക്ഷണം തേടി പോക്കല്ലേ ആദ്യം. രാവിലെ എഴുന്നേറ്റാ മുറ്റടിച്ചു വാരണ്ട വീടില്ല, പാത്രം കഴുകേണ്ട പാത്രമില്ല, പത്രമലക്കേണ്ട പത്രമില്ല. ഇതൊരു സുഖമായിരുന്നു അല്ലേ? അതാണ്. അപ്പോ രാവിലെ എഴുന്നേറ്റാ ഭക്ഷണം തേടി പോവും, മണ്ണ് കളച്ച് കിഴങ്ങ് തിന്നും, മല കുലുക്കി പറിച്ചു തിന്നും, മൃഗങ്ങളെ കൊന്ന് ഇറച്ചു തിന്നും. അങ്ങനെ പോകുമ്പോ ഈ പെണ്ണ് ജാതിക്ക് പോകാൻ പറ്റാത്തത് കുഞ്ഞുണ്ണി മാഷനെ ഞാൻ വീണ്ടും ആണിനെ പറ്റതും പെണ്ണിനെ പറ്റതും ഗർഭിണിയായാൽ പ്രസവിച്ചു കിടക്കുമ്പോ ഈ മൃഗങ്ങളുടെ പുറകെ ഓടാനും മരത്തിന്റെ മേലെ കയറാനും പറ്റില്ലല്ലോ. അവളെ ഏതെങ്കിലും ഒരു ഗുഹക്കകത്തെത്തിയിട്ട് ബാക്കി കാട്ടാളന്മാര് ഭക്ഷണം തേടിപ്പോയി അവര് കഴിച്ച ഭക്ഷണം വയറ് നിറഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നു. അവളത് തിന്നു കഴിഞ്ഞാൽ അതിന്റെ പുഴുവും തൊലിയും ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിയുക ചെയ്യും. കാരണം അന്ന് ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രമില്ലല്ലോ, ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രമില്ലല്ലോ, അതൊന്നും ഇല്ലല്ലോ, വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുക. ആ നോക്കിയിരിക്കുമ്പോ അവ പുറത്ത് മഴ പെയ്തിട്ട് അവൾ പുറത്തേക്ക് എറിഞ്ഞാൽ ഈ കുരു ഉതിർന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ജയലളിതയുടെ ചിഹ്നം, കേമാണിയുടെ ചിഹ്നം പൊങ്ങി വന്നു. അത് 2 ഇല പൊങ്ങി വന്നു. ആ 2 ഇലയെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആദ്യത്തെ അറിവിന്റെ പ്രസ്ഫുരണം ഉണ്ടായത്. എന്തായിരുന്നു ആദ്യത്തെ അറിവിന്റെ പ്രസ്ഫുരണം? ഈ 2 ഇലയെ നോക്കുമ്പോഴോ ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഈ ഇല പറിച്ചെടുത്തത്, ഏത് വള്ളിയിൽ നിന്നാണ് പറിച്ചെടുത്തത്, അതേ വൃക്ഷത്തിന്റെ ഇലയാണ് ഇതിന്റെ അകത്ത് പോകുന്നത്. സെയിം ടു സെയിം. അപ്പൊ ആദ്യത്തെ അറിവ് ഗുരുവിന്റെ അകത്ത് മരം ഉണ്ടാവുന്ന, നട്ടം മുളക്കുന്ന ഈ അറിവിന്റെ ഒരു പ്രത്യേകത അറിയാവോ? അറിവിന്റെ പ്രത്യേകത മറ്റെല്ലാവരും സംസ്കൃതത്തിൽ കാവ്യം എഴുതുമ്പോഴും മലയാളത്തിൽ എഴുതിയാലും അത് മെൽപ്പത്തൂരിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കൃതിയില്ല, കൃതിയല്ല, ഒരു വികൃതിയാണ്. എങ്കിലും ഇതൊന്നും നോക്കി തന്നാൽ സന്തോഷം എന്ന് പൂന്താനത്തെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചത് തന്റെ മനസ്സിലുള്ള പ്രകാശത്തിന്റെ പ്രത്യേകത. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വരാന്തയിൽ ഒരു ലൈറ്റ് ഇട്ടാൽ ആ ലൈറ്റ് നിങ്ങളുടെ മതിലിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രകാശം വമിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് അറിവ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ ആരോടൊന്നും പറയണമോ? രസതന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടത്, മോഹൻലാലിന്റെ ഇന്നസെന്റ്. ആ സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ താമസിക്കുന്ന പയ്യനല്ല പെണ്ണാണെന്ന വിവരം അറിഞ്ഞ ഇന്നസെന്റിന് അത് ആരോടും പറയായിട്ട് ശ്വാസം മുട്ടുന്നില്ല. അത് ഇന്നസെന്റിന്റെ കുഴപ്പമല്ല, അറിവിന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും അറിഞ്ഞ ആരോടൊന്നും പറയണം, അല്ലേ? ആരോടൊന്നും പറയണം, എന്നാലേ ഒരു സന്തോഷം തോന്നുന്നു. അപ്പോഴിത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രാകൃതമില്ല, സംസ്കൃതമില്ല, ഹീബ്രു ഇല്ല, ലാറ്റിൻ ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, തമിഴില്ല, മലയാളമില്ല, കൊടുന്തമിഴില്ല, ചെന്തമിഴില്ല. ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടും? കുരു എന്നുള്ള വാക്കില്ല, മരം എന്നുള്ള വാക്കില്ല. ഇത് ബോധ്യപ്പെടുത്താനുള്ള പരിസരത്തിൽ നിന്നാണ് ഭാഷ ഉത്ഭവിക്കുന്നത്. ഇത് നട്ടം മുളക്കും ആംഗ്യങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ ഏറെ കാലമെടുത്തു. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോഴാണ് മച്ചാട്ട് വാസന്തിയുടെ നാടകഗാനം പാടിയത്. മച്ചാട്ട് വാസന്തി പാടിയൊരു നാടകഗാനം യേശുദാസ് പിന്നെ സിനിമ പാട്ടാക്കി. അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളേ. തിരുനെല്ലൂർ പാട്ട് മനസ്സിലായോ? മാമല വെട്ടി വയലാക്കി വിത്തിട്ട്. അതുവരെ ഭക്ഷണം ഉള്ളിടം അന്വേഷിച്ചു പോവുക, എന്നാൽ താൻ ഉള്ളിടം ഭക്ഷണം ഉണ്ടാക്കാൻ ആരംഭിച്ചു. അപ്പോഴാ മനുഷ്യന് സ്ഥാനമുണ്ടായത്. അതുവരെ ഒരു ഇടമുണ്ടോ? എത്തിയത്ത് കിടക്കുവാണെന്ന് നടക്കും. അതിലുണ്ടോ? വീടുണ്ടോ? ഒരു ഭൂമിയോട് പ്രത്യേകിച്ച് ഒരു ഇടത്തിൽ തന്റേതാണെന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോഴല്ലേ തന്റെ ഇടം ഉണ്ടാവുന്നത്. തന്റെ ഇടം ഇല്ല, എത്തിയെടുത്തോ. എന്നാൽ നട്ടപ്പോ
മുളക്കുമോ, മുളച്ചപ്പോ പൂക്കുമോ, പൂത്താൻ കായ്ക്കുമോ എന്നറിയാൻ വേണ്ടി ആദ്യമായി സ്ഥിരതയുണ്ടായി, സ്റ്റെബിലിറ്റി. ആ സ്ഥാനമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും കസാക്കിസ്ഥാനും കുർദിസ്ഥാനും ഹിന്ദുസ്ഥാനുമായി വളർന്നത്. നടാൻ തുടങ്ങിയത്, നട്ടു, മുളച്ചു. അപ്പൊ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരി ഉണ്ടാക്കി. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നടത്ത് മണ്ണുവാരി തറയുണ്ടാക്കി. ആ തറക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ട് ചളിക്കട്ടകൾ കൊണ്ട് ചുവരുണ്ടാക്കി. ആദ്യത്തെ ദൈവം ഉണ്ടായി. വേദത്തിലൊരു ദൈവമാണ് ഈ പറഞ്ഞത്, ശാല. എന്താ ദൈവം? ശാല. ഹേ ശാലേ, ഞങ്ങളുടെ പശുക്കളെ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഒരു പ്രാർത്ഥനയാ വേദത്തിൽ. എന്താ ഈ ശാല? മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാത്തുരക്ഷിക്കുന്ന പൊന്നു തമ്പുരാൻ. ആ ശാലയെ ഗോശാലയും നാടകശാലയും പാണ്ഡികശാലയും വായനശാലയുമായി മാറിയെന്ന് ഓർക്കണം. വീട് തന്നെയായിരുന്നു. ഇപ്പൊ വീട്ടിലെ പൂജാമുറിയല്ലേ ദൈവം, പണ്ട് വീട് തന്നെയായിരുന്നു ദൈവം. അങ്ങനെ അവര് വീടുണ്ടാക്കി. അട്ടഹാസത്തിൽ നിന്നും മെല്ലെ പറച്ചലാരംഭിച്ചു. നാദാത്മികേ, സരസ്വതി ഉണ്ടായി. നിങ്ങളുടെ വീട്ടില് മനുഷ്യരാണോ കാട്ടാളനാണോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്താൽ മതി. രാവിലെ മക്കളെ വിളിക്കുന്നത് സ്കൂൾ ബസ് വരുന്ന സമയമായിട്ടും പയ്യൻ എണീറ്റിട്ടില്ല, അടുപ്പത്ത് ഭക്ഷണവും ആയിട്ടില്ല. കാട്ടാളത്തെയാണ് ഉണർത്തുന്നത്. കാട്ടാളത്വമാണ് മോനെ എന്ന് വിളിക്കുമ്പോ മാനവികതയാണ്. മനസ്സിലായോ അല്ലെ? അട്ടഹാസങ്ങളല്ല മാനവികത ഉണ്ടാകുന്നത്. നാദം പിന്നെയാണ് മാനവികതയിലേക്ക് വരുന്നത്. മുളച്ച് പൂത്ത് കായ്ച്ചത് പറിച്ചെടുത്ത് പങ്കുവെച്ചപ്പോ തേന തെക്തേന ഭുഞ്ചീത. ഈശാവാസ്യ ഉപനിഷത്തിന്റെ 4ാമത്തെ വരി, ഈശാവാസ്യ വിധം സർവം എന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരി, തേന തെക്തേന ഭുഞ്ചീത, നീ കൊടുത്തിട്ട് തിന്ന. അത് തന്നെയാണ് ഭഗവത്ഗീതയിലെ യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കി ഉണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൊടുത്തിട്ട് തിന്നു. എന്റെ നാട്ടിലുള്ള പ്രായമുള്ളവര് നുള്ളിച്ചാടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു കൊതി കൂടുന്നതിനാണ്. അല്ല, ഉറുമ്പിനൊക്കെ കൊടുത്തിട്ടേ തിന്നാവുക. അങ്ങനെ പങ്കുവെച്ച് തിന്നു. പങ്കുവെച്ച് തിന്നിട്ട് ബാക്കിയുള്ളത് ഉണക്കിയിട്ടും ഉപ്പിലിട്ടിട്ട് സൂക്ഷിച്ചു വെച്ചു. ഇവിടെ മനുഷ്യനുണ്ടായി. ഈ മനുഷ്യനുണ്ടാവാൻ എന്തെല്ലാം ഘടകമുണ്ടായി? 5 ഘടകമുണ്ടായി. അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? നിങ്ങളുടെ കുടുംബം മനുഷ്യന്റെ കുടുംബമാണ്. റേഷൻ കാർഡ് പേരിയാണ്. 1 ചിന്ത. ഗുരുവിനകത്ത് മരമുണ്ടെന്ന് ചിന്ത ഉണ്ടോ? ഇത് സ്വയം പരിശോധിക്കുക. ചിന്തയുണ്ടോ എന്നാണ്. എന്ത് ചിന്ത? കൊല്ലണം, അതിക്രമിക്കണോ എന്നുള്ള ചിന്തയല്ല. കുടുംബത്തിൽ ഒത്തുചേർന്നിട്ട് നെഗറ്റീവ് ചർച്ചകളാണോ നടക്കുന്നത്? പറ്റത്തിൽ ഇരിക്കാറുണ്ടോ? പിന്നെ എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഇതാണ് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ കലാപങ്ങളുടെയും കാരണം. ഈ അടിസ്ഥാന ഭാവമാണ്. അയാമൊക്കെ ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവം സൃഷ്ടിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ കുടുംബമല്ല. പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളില്ലാത്ത ലോകമുണ്ടോ? ദുഃഖവും സുഖവും പരസ്പര പൂരിതമല്ലേ? നിഴലില്ലാത്ത ഏതെങ്കിലും വിളക്കുണ്ടോ? നമ്മുടെ ഭൂമിയിൽ ആകാശത്ത് സൂര്യനുണ്ടാകാം. നമുക്ക് കഴിയുമോ നിഴലില്ലാത്ത വിളക്ക്? ഇരുട്ടും വെളിച്ചവും പരസ്പര പൂരിതമാണ്. പാലാഴി മഥനത്തിന്റെ കഥ നമ്മളോട് എന്താ പറയുന്ന? പ്രപഞ്ചമാം പാൽക്കടലാവതും നാം പഠിച്ച മട്ടൊക്കെ മതിച്ചു നോക്കാം. സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം. പക്ഷേ ദുഃഖം ചേരാതെ സുഖം കിട്ടും. രാത്രിയില്ലെങ്കിൽ പകലിന് എന്തൊക്കെ മൂല്യം ഉണ്ടാവോ? നമുക്ക് ഈ ബൾബിനല്ല വെളിച്ചം കൊടുക്കുന്നതിന്റെ മൂല്യം. ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങൾ ആകെ ഉണ്ടായിട്ടും രാത്രിക്ക്
നമ്മൾ ബൾബ് കത്തിക്കേണ്ടി വരുന്നില്ലേ? എന്നാ പകയിൽ ഒറ്റ ബൾബിലും എല്ലാവരെയും വിളിച്ചു കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഭൂരിപക്ഷം പറഞ്ഞാൽ സത്യമാവോ? ഭൂരിപക്ഷം പറഞ്ഞാൽ അസത്യമാവോ? ഇല്ല. ഒരാള് പറഞ്ഞാൽ മതി സത്യമാണെങ്കിൽ അതായിരിക്കും വെളിച്ചം. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അതുകൊണ്ട് ഭൂരിപക്ഷ പ്രകാരം സത്യം തീരുമാനിക്കരുത്. സത്യം തീരുമാനിക്കുന്നത് ഭൂരിപക്ഷം നോക്കിയിട്ടല്ല, സത്യമാണോ നോക്കിയിട്ടാണ്. അപ്പോ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം തിരുത്തുക. എല്ലാറ്റിലും നല്ലതാണ്, എല്ലാം നല്ലതാണ്, സംഭവിച്ചതല്ല നല്ലതാണ് എന്ന ബോധം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ചർച്ച നമ്മുടെ കുട്ടികളെ കുറ്റപ്പെടും, ലോകരെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ദോഷങ്ങളാണ്. എപ്പോഴും ദോഷങ്ങൾ എടുത്തു പറയും, എപ്പോഴും ദോഷങ്ങൾ എടുത്തു പറയും. കുട്ടികളെ പറ്റിയിട്ട് എപ്പോഴും പറയും, എപ്പോഴും പഠിക്കുന്നില്ല, മൊബൈൽ ഫോൺ. ആരോടെ പറഞ്ഞു? നാട്ടുകാർ. ഇത് കഴിഞ്ഞു സ്വന്തം കുട്ടികളെ നാട്ടുകാരുടെ മുന്നിൽ അവഹേളിക്കുന്നതിൽ ആനന്ദം കണ്ടിരിക്കുന്ന പൂരകളായിട്ട് ചില അമ്മമാരും അച്ഛന്മാരും മാറുക. നാട്ടുകാരോട് മക്കളുടെ കുറ്റം പറയുക. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണത്. ഇത് കേട്ട് കേട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നൊന്നിനും കൊള്ളില്ല. നിങ്ങളെ പറ്റിയാണ് അപകർഷതാബോധം. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ. അവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് കലിയുഗം ഉണ്ടാവുക. എപ്പോഴാണ് കലിയുഗം ഉണ്ടാകുന്നത്? മൂന്നാമത്തെ ടീം. അതേതാ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാം, നിങ്ങളുടെ പോക്കാം. അവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ കലിയുഗത്തിന്റെ ആരംഭം. നമ്മുടെ നാട്ടിൽ ഈ പത്തരക്കാരല്ലേ കൂടുതൽ. ഞാനും പോക്കാം, മൊത്തം പോക്കാം. ഇത് മൂന്നും മാറിയിട്ട് എന്തിനാ ദൈവവിശ്വാസവും കുടുംബയോഗവും എല്ലാ മനുഷ്യന്റെ രീതികളും എവിടെയാണ് എത്തേണ്ടത്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല. അതാണ് സ്വസ്തി. സുഅസ്തി. എല്ലാം നല്ലതായി ഭവിക്കുന്നു. അതാ സ്വസ്തി. എല്ലാം നല്ലതാണ്. അതാണ് സ്വസ്തി. പിടികിട്ടിയോ? എല്ലാം നല്ലതാണ്. ഈ ചർച്ചകളായിരിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ചിന്ത വേണം. മനസ്സിലായോ? ചിന്തയിൽ ഉത്പാദിപ്പിക്കണം. 2, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ആശയവിനിമയം നടത്തണം. പറയണം, കേൾക്കണം. പറയാനും കേൾക്കാനും മനുഷ്യന് കഴിഞ്ഞില്ലേ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റും? അല്ലേ? എന്താ ഈ പ്രാർത്ഥന കേൾക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? കേൾക്കണം. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയുന്നു, എന്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നു. എല്ലാ പ്രാർത്ഥനകളും സങ്കടങ്ങൾ അവതരിപ്പിക്കലാണല്ലോ. അതാ പറയുകയും കേൾക്കുകയും ചെയ്യണം. എന്നാൽ നമ്മളിപ്പോ ടെക്നോളജിയുടെ വികാസത്തിൽ ജൈവികമായ കമ്മ്യൂണിക്കേഷൻ മറന്നുപോയി. പറയുകയും കേൾക്കുകയും ഫോണിലൂടെ മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമല്ലേ? ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ തൊടുന്നത് ബോഡി ലാംഗ്വേജ് അല്ലേ? നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ ഏത്തപ്പെടുന്നത് ബോഡി ലാംഗ്വേജ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആശയമാണ്. പ്രണയം അവതരിപ്പിച്ചിരുന്നത് പണ്ട് വാക്കുകളിലൂടെ ആയിരുന്നില്ലല്ലോ, ആയിരുന്നു നോട്ടങ്ങളിലൂടെയായിരുന്നു. ഇപ്പോഴല്ലേ ഐ ലവ് യു എന്നൊക്കെ മെസ്സേജ് അയക്കുന്നത്. പണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് കണ്ണുകൊണ്ടായിരുന്നു പ്രണയം അവതരിപ്പിച്ചിരുന്നത്, അല്ലേ? പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാനകം കൊണ്ടൊരു വരച്ചു. ക്ലിയർ അല്ലേ മറുപടി? ഇപ്പം വട്ടം വരക്കുന്ന ഏതോ പെണ്ണുണ്ടാക്കാം നിലത്തില്ല, ബോഡിയിലേക്ക് പോയി. ഇപ്പൊ അതിലേക്ക് നേരത്തെ പറയാ. ശരീരഭാഷ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ്. അപ്പോ ജൈവികമായ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലായിടത്തും പറയുന്നു, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വരുന്നത് ശബ്ദം സോഫ്റ്റനാവുമ്പോഴാണ്. ഏഹേ എന്നതിന് പകരം മോനെ എന്ന് പറയുമ്പോഴാണ് സോഫ്റ്റനാണ്. സോഫ്റ്റനാവുമ്പോ SOFTEN, സോഫ്റ്റന്റെ സ്പെല്ലിംഗ് അറിയണം.
എസ് പറഞ്ഞ സ്മൈലാണ്. പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. പുഞ്ചിരിക്കാൻ കഴിവുണ്ടായിട്ടും പുഞ്ചിരിക്കാത്തവര് പിന്നെ എന്തിനും മനുഷ്യനായത്? പുഞ്ചിരിക്കട്ടെ. ചിരിക്കാൻ മനുഷ്യനൊരു വികാര ജീവിയാണ്. ആ വികാരങ്ങൾ എത്രത്തോളം പ്രകടിപ്പിക്കണം, എത്ര പ്രകടിപ്പിക്കരുത് എന്നറിയുമ്പോഴാണ് മനുഷ്യനാണ്. നമ്മൾ ആവശ്യമുള്ളിടത്ത് പ്രകടിപ്പിക്കണം, ആവശ്യമില്ലാത്തടത്ത് പ്രകടിപ്പിക്കരുത്. അടക്കാൻ പറ്റണം. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ നടന്നു പോകുമ്പോ കുഞ്ഞ് ഭയങ്കര നിലവിളി. അപ്പൊ കുഞ്ഞിനോട് ഇയാൾ അടങ്ങും മാധവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തു. കരച്ചത് നിർത്തുന്നില്ല. എന്നിട്ട് വീണ്ടും ഇയാള് അടങ്ങും മാധവാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങി കൊടുത്തു. കരച്ചത് നിർത്തും. വീണ്ടും കുഞ്ഞ് കരയും അടങ്ങും മാധവാന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങി കൊടുത്തു. ലക്ഷം. ഇയാൾ എന്നിട്ടും അടങ്ങും മാധവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് എന്തെല്ലോ വാങ്ങി കൊടുക്കുക. ഇതും കണ്ടുകൊണ്ട് കൂടെ ഒരാൾ നടക്കുന്ന അയാൾക്ക് ക്ഷമ പറ്റും. ഈ കരച്ചിൽ കേട്ടിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനാ, ഞാനെങ്ങാനാണ് ഇതിന് എന്തോ ചെയ്തു. എന്നിട്ട് കുട്ടിയോട് കൂടെ വന്നാളൊന്ന് സഹായിക്കാൻ പറഞ്ഞു. എന്താ മാധവ, നിനക്ക് വേണ്ട അല്ല വാങ്ങി തന്നിട്ട് നീ എന്താണ് കരച്ചിൽ നിർത്താത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, കുട്ടിയുടെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. എന്താ കുട്ടിയുടെ പേര് രാജേഷ്, നിങ്ങൾ പിന്നെ ആരോടെ അടങ്ങ് മാധവ? അപ്പൊ അയാൾ പറയും, മാധവൻ ഞാനാ, എന്നോട് നിനക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് അടങ്ങ് മാധവ. മനസ്സിലായ വികാരങ്ങൾ അറിയണം. അപ്പൊ ഇനി മക്കളോട് ദേഷ്യം വന്ന ഒറ്റ വർത്താനം അടങ്ങ് മാധവ. അവനവനെ അടക്കാൻ പഠിക്കണം അല്ലേ? ഈ വൈകാരികമായ പക്വത, ഇമോഷണൽ കോഷ്യൻ എന്ന ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ഇമോഷണൽ കോഷ്യൻ, വികാരങ്ങൾ ചിരിക്കേണ്ടവർക്ക് ചിരിക്കണ്ടേ. ഒക്ടോബർ 1 വയോജന ദിനത്തിൽ എന്റെ നാട്ടിലൊരു സ്കൂളിൽ അതിനൊരു പരിപാടി വെച്ചു. ഞാൻ ആ പ്രസംഗിക്കാൻ പോയി. അധ്യക്ഷ പ്രസംഗത്തിൽ കുറച്ച് ആമുഖമായി പറയുമ്പോൾ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നല്ല പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു സ്ഥിരം അപ്തവാക്യമുണ്ടല്ലോ, ഒരു ക്ലീശ ഉദാഹരണം. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഓർക്കണം, നീയും ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്നും മാഷ് പറഞ്ഞപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിച്ചു, മാഷ് ഒരു സംശയം, എന്താണ് ഈ പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്ന പഴുക്കാൻ നിൽക്കുമ്പോ എന്തായാലും പഴുക്കില്ലേ, എന്റെ ചിരിക്കുന്നല്ലേ? മനസ്സിലായി? അപ്പൊ ചിരിക്കുക. മനസ്സിലായി? സ്മൈൽ. യെസ് മുതൽ സ്മൈൽ. രണ്ടാമത്തത് ഹൃദയം തുറക്കുക. ഓപ്പൺ. ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്നുണ്ടോ? ഇപ്പോ എല്ലാരും നിയന്ത്രിക്കുക. ട്രെയിനിലും ബസ്സിലും ഒക്കെ വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ടോ? തമിഴന്മാരും. അതുകൊണ്ട് അവർക്ക് അറ്റാക്ക് വളരെ കുറവാണ്. കണ്ടക്ടർ പിറകിൽ ക്ലീനർ ഇരിക്കുന്ന സീറ്റിലിരിക്കുന്ന ഭർത്താവും ഡ്രൈവറെ തൊട്ട് പിറകിലിരിക്കുന്ന ഭാര്യയും തമ്മിൽ വർത്തമാനം പറയുന്നത്. നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾ പോലും പറയാൻ വലിയ പറയും, ഭാര്യ ഭർത്താവും അല്ലേ? ഹൃദയം തുറന്ന് വർത്തമാനം പറഞ്ഞ വീട്ടത്. ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയമാണ് ബൈപ്പാസിൽ കൂടെ തുറക്കേണ്ടി വരുന്നത്. മുൻവിധിയില്ലാതെ, കളങ്കരഹിതമായി, കലവറയില്ലാതെ വർത്തമാനം പറയണം. ഓപ്പൺ ഹേഡ്. അതാണ് മുന്നോട്ട് കുനിയണം. നമ്മൾ അഹന്തയാണ്. അമ്പലത്തിൽ പോയിട്ട് കുനിയും, പുറത്തു വന്നാൽ എന്ത് കാര്യം? ഇപ്പൊ ഇവിടെ ഒരു 200 ആളുകൾ, 200 ആൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുളിച്ച് മുടി ചീകിയിട്ട് പൊട്ട് തൊട്ടിട്ട് പൗഡർ ഇട്ട് കൊണ്ടുവന്ന് ഈ തലയുണ്ടല്ലോ, 100 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാവും. ആലോചിച്ചാൽ തലയില്ല അവിടെ ഉണ്ടാവും. നമുക്ക് കൊല്ലിപ്പറ്റി ഉണ്ടാവും. തിലകം ചാത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വല്ലാനുടറിയ നീയും വിലപിടിയാതൊരു തലയോടവൽ. ഈ തത്വം പഠിക്കുന്നതിനാണ് ആത്മവിദ്യാലയമേ. ആ വിദ്യാലയത്തിൽ അഭ്യസിക്കണമെന്ന്. ആ വിദ്യാലയത്തിൽ പോകാൻ സ്കൂൾ ബസ് ഉണ്ടോ? അതിൽ സഞ്ചരിക്കേണ്ട എങ്ങനെയാണ്? വിദ്യാലയത്തിലേക്ക് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യാറുണ്ടോ നിങ്ങൾ? ശരീരം കൊണ്ട് യാത്ര ചെയ്താൽ പോരാ. അതുകൊണ്ട് ആ ശരീരത്തിന്റെ അഹന്ത വേണ്ട. മുന്നോട്ട് കുനിയുക. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പു അൽഖനം. പഴങ്ങൾ കൂടുമ്പോൾ മാവിന്റെ കൊമ്പ് മേലോട്ട് ഉയരുന്നില്ല, താഴോട്ട് താഴുന്നു. സമ്പത്തും അറിവും കൂടുമ്പോ
തലകുനിക്കണം, ഫോർവേഡ് ചെയ്യും. കുട്ടികളുടെ മുന്നിൽ കുനിയാൻ തയ്യാറുണ്ടെങ്കിലേ കുട്ടികൾ നിങ്ങളിലേക്ക് ഉയരൂ. നമ്മള് കൊച്ചുമോള് വീട്ടിൽ വന്നു. അപ്പൊ നിങ്ങള് ഞാൻ മുനിസിപ്പൽ ചെയർമാനാണ്, കുഞ്ഞില്ല, അപ്പൊ നമ്മളെ എടുക്കാൻ പറ്റില്ല. നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരും. ഫോർവേഡ് ചെയ്യും. നമ്മുടെ കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ രക്ഷിതാക്കൾ താഴാൻ തയ്യാറാവാത്തതിന്റെ പേരിലാണ് കുട്ടികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മൾ താഴുന്നില്ല. ആരാണ് മക്കളുമായിട്ട് ചണ്ടയുണ്ടായാൽ, മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഒറ്റയാളേ ഉള്ളൂ. അതാരാണ്? ഒന്നും എഴുതിയിട്ട് ഇംഗ്ലീഷിൽ വായിച്ചാൽ മതി. ഒന്നും എഴുതിയാൽ എന്താ അക്ഷരം ആയി ഞാനാണ്. പക്ഷെ നമ്മള് നീ പറ, നീമുണ്ട് എന്ന് പറയും. സാന്ത്വനം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നെടുമുടി വേണ്ടി ചുണ്ണി വാവാന്നുള്ള പാട്ട്. അതിനൊരു രംഗം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സുരേഷ് ഗോപി മകനാ ആരുടെ? ഈ നെടുമുടി. ഉറപ്പിച്ച കല്യാണം കഴിക്കാതെ അവൻ അവിടുന്ന് മദാമേനെ കല്യാണം കഴിച്ചതിൽ തെറ്റിയതാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. അവസാനം അച്ഛനെ കാണാൻ വേണ്ടി സുരേഷ് ഗോപി നാട്ടിലേക്ക് വരുമ്പോഴാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടത്. മരിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിന്റെ മകളോട് പറഞ്ഞു, ഞാൻ മരിച്ച വിവരം ഒരിക്കലും അച്ഛൻ അറിയരുത്, നീ അച്ഛൻ്റെ അടുത്ത് പോകണം. അങ്ങനെ മകള് നാട്ടിൽ വന്നു. അച്ഛൻ ആദ്യം മസിൽ പിടിച്ചു, അപ്പൂപ്പൻ ആദ്യം മസിൽ പിടിച്ചു, പിന്നീട് യോജിച്ചു. ഭയങ്കര ഐക്യമായപ്പോഴാണ് സുരേഷ് ഗോപിയുടെ അമ്മക്ക് അസുഖം വന്നിട്ട് ഡോക്ടർമാര് പറയുന്നത് ഇവിടെ ചികിത്സയില്ല, അമേരിക്കയിൽ ചികിത്സ ചെയ്തത്. അപ്പം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നെടുമുടി വീണ് പറയാ, മകന്റെ മകളോട് എന്റെ അച്ഛനെ വിളിക്കും, കുട്ടി കൊണ്ടുപോകണം. പക്ഷെ അച്ഛൻ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഒരു സൂത്രം പറയാ, എന്തിനാ വിളിക്കും? ഇത്ര കാലമായിട്ട് വിളിച്ചില്ല, ഇനിയിപ്പൊ ആവശ്യം വന്നപ്പോ വിളിച്ചു അല്ലേ? അപ്പോഴുണ്ട് നെടുമുടി വീണു ഇവളുടെ മകളുടെ കൈകൾ കുട്ടിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് മറക്കാനാവാത്ത രംഗ. അകത്ത് പോയിട്ട് അരമാര തുറന്നിട്ട് ഒരു കെട്ട് കാത്തിട്ട് കൊടുക്കണം. നോക്ക്, ഇതല്ല എന്റെ പൊന്നു മോന് ഞാൻ എഴുതിയ മകളാണ്. പക്ഷേ ഞാനല്ലേ അവന്റെ അച്ഛൻ. ഒരു കത്ത് അവൻ ഇങ്ങോട്ട് അയച്ചു. ഒരു കത്ത് മോൻ അയക്കട്ടെ എന്ന് അച്ഛൻ കാത്തു, അച്ഛൻ അയക്കട്ടെ എന്ന് മോനും കാത്തു. മരണം വരെ പരസ്പരം കണ്ടില്ല. കണ്ടോ? നമ്മുടെ ഈഗോ ആരോട്? നമ്മളെ മക്കളോട് എന്തിനാണ് നമ്മൾ മത്സരം? നമ്മളെ മക്കളിൽ അവരുടെ ഗുണവും ദോഷം ഉണ്ടാക്കിയതാരാ? നമ്മളാ. അതുകൊണ്ട് നമ്മൾ മുൻ താഴുക. മനസ്സിലായോ? നമ്മൾ താഴുക. കുട്ടികൾ വ്യക്തികളായാൽ അവരെ ബഹുമാനിക്കുക. വീട്ടിൽ ഡെമോക്രസി ഉണ്ടാവണം, ഈക്വലൈസേഷൻ നടക്കണം. എല്ലാവരും പരസ്പരം കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഒരു കുട്ടി പറഞ്ഞിട്ട് നിങ്ങൾ ഭാഗവതം വായിക്കുന്നില്ലേ? ഒരു സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും നിയമം തെറ്റിച്ചിട്ട് ഒരു കുട്ടി പറഞ്ഞ് അനുസരിച്ച് നിങ്ങൾ കണ്ടില്ലേ? ദേവേന്ദ്രനെ പൂജിക്കാൻ വേണ്ടിയിട്ട് സകലയാള് പോവല്ലേ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗോപന്മാരെല്ലാരും പോകുമ്പോ മഴയുടെ ആള് ദുന്ദും വിനാദം നാദം നാദം ഇന്ദ്രധനുസ്സിൽ വരുന്ന വലാഹകസേനകളെ. ദേവേന്ദ്രനാണല്ലോ മഴ പെയ്യിക്കുന്നത്. യജ്ഞ സംസ്കാരം അതാണ്, മഴ പെയ്യിക്കാൻ യാഗം നടത്തുക. രോമപാതം ചെയ്തത് അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ. ഇതിനെ പൊളിച്ചതാണ് ആര് ചെയ്തത്? ശ്രീകൃഷ്ണൻ ചെയ്തത്. മഴ പെയ്യുന്നതിന്റെ കാരണം മാതൃകാട്ടിൽ പറയുന്നു, കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടമുള്ളതുകൊണ്ടാണ്. അതാണ് കൃഷ്ണൻ പണ്ടേ പറഞ്ഞത്, അമ്പാടിയിൽ മഴ പെയ്യുന്നതിന് പൂജ കൊടുക്കേണ്ടതാരാ? ആർക്കാ? ഗോവർദ്ധനത്തെ പൂജിക്കാൻ പറഞ്ഞില്ലേ? ഒരു കുഞ്ഞ് പറഞ്ഞത് ഒരു സമുദായം മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ മക്കൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, പിന്നെ നിങ്ങൾ കൃഷ്ണഭക്തനാണോ? ആലോചിച്ച് അവര് പറയുന്നത് മുഖവിലക്കെടുക്കുക. ടച്ച് മക്കളെ തൊടണം. നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ചെവിയല്ല, ത്വക്കാണ്, സ്പർശനമാണ്. കാരണം ഈ നമ്മുടെ മനസ്സിന്റെ മതിലിത. മനസ്സെന്ന് പറഞ്ഞ തലച്ചോറിൽ കുടുങ്ങി കിടക്കുന്നതല്ല. നമ്മുടെ കയ്യിലൊന്ന് ഒരാൾ തൊടുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ കുളിർമയുണ്ടാകുന്നത് മനസ്സിന്റെ മതിലാണ് ത്വക്ക്. അവിടെ സ്പർശിക്കണം. മക്കളെ തൊടണം. ഏത് കുരുത്തപ്പെട്ട കുട്ടികളെയും പൂച്ചയെ പോലെ അനുസരിപ്പിക്കാൻ ഒരു സൂത്രം പറഞ്ഞേക്കരുത്.
ഉപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്ത് മാന്തിക്കൊണ്ടാണ്. അതിലവൻ അങ്ങ് കീഴടങ്ങും കേട്ടോ. അതിന്റെ സുഖം വേറിയ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു കേട്ടോ. അതിന്റെ സുഖം വേറെ തന്നെയാണ്. അതാണ്. അതുകൊണ്ട് പ്രായമായ മനുഷ്യർക്ക് ഭക്ഷണവും പത്രവും പാർപ്പിടവും മരുന്നും കൊടുത്താൽ പോരാ, അവരെ തൊടണം, ചേർത്ത് പിടിക്കണം. അവരുടെ കാലെടുത്ത് മടിയിൽ വെച്ച മടമൊന്നും മസാജ് ചെയ്തും കാലൊന്നും തലയിൽ കൊടുത്താൽ എന്താണ് അതിന്റെ ഒരു മഹത്വം? എന്താണ് അല്ലേ? നമ്മൾ നോക്ക്, ദൈവം നമ്മുടെ എല്ലാ ഭാരതത്തിലെ ആരാധിക്കുന്ന സമ്പ്രദായം പാദസ്പർശമല്ലേ? പാദസ്പർശം അല്ലേ? പാദസ്പർശമാണ്. അനുഗ്രഹം അല്ലെങ്കിൽ മുതാൽ അനുഗ്രഹിക്കലാണ്. അതുകൊണ്ട് സ്പർശനം വേണം, ടച്ച് വേണം. ഭാര്യയും ഭർത്താവും ടച്ച് വേണം. ഇരുട്ടത്തിൽ ടച്ച് മാത്രം പോരാ, വെളിച്ചത്തിന് ടച്ച് വേണം. ഇരുട്ടത്ത് തൊടുന്നെന്തിന്? അതിന് കാര്യം കാണണം. മക്കളുടെ മുന്നിൽ പരസ്പരം അടുത്തിരുന്ന് സ്പർശിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ കാണുന്ന മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവുന്നതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ചു. മക്കളുടെ മുമ്പിൽ ശണ്ട, ബെഡ്റൂമിൽ ഭയങ്കര ഐക്യം. മക്കളുടെ മുന്നിൽ നല്ല പ്രണയ നിബദ്ധരായിരിക്കണം. എനിക്ക് കൃഷ്ണകഥകളിൽ എനിക്ക് ഏറ്റവും സുന്ദരമായ കൃഷ്ണകഥ ശിവനും പാർവതിയും തമ്മിലുള്ള അനൈക്യം, ചണ്ടയെ പരിഹരിക്കുന്ന ഒരു രാധാകൃഷ്ണ പ്രണയ സങ്കല്പം കേട്ടിട്ടുണ്ടോ? ശിഷ്യനും മകനും എന്ന കാവ്യം, വെള്ളത്തോടെ കാവ്യം വായിച്ചു. അത് വായിച്ചാരുണ്ടോ അവിടെ? ശിഷ്യനും മകനും വായിച്ചു നോക്കും. അത് വായിച്ചാൽ, ഞാൻ തൃശ്ശൂർ കിലയിൽ പഞ്ചായത്തിന്റെ മെമ്പർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ക്ലാസ് എടുക്കരുത്. അതിലൊരു വിഷയം, എന്റെ വിഷയം കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. അതിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മന്ത്രമാണ് ശിഷ്യനും മകനും എന്ന കാവ്യം വായിച്ചാൽ മതി. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ ശിഷ്യനും മകനും എന്ന കാവ്യം വായിച്ചാൽ മതി. പ്രശ്നം തീരും. കാരണം ഗണപതിയുടെ മുമ്പ് മുറിച്ചു കളഞ്ഞു ശിഷ്യൻ, ശിവന്റെ ശിഷ്യൻ പരശുരാമൻ. ഗണപതി അലറുമ്പോഴാണ് അകത്തുനിന്ന് പാർവതി മുടിയും മറച്ചിട്ടിട്ട് ഉടൻ മഹാദേവിയിടത്തു കഴിയാനഴിഞ്ഞ വാക്കുഴലൊന്നു ദുഃഖി ജ്വലിച്ച കൺകണ്ടത് നോക്കി നോക്കി പാർശ്വസ്ഥനാകും പതിയോട് വയ്ക്കുന്നത് കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനി ദിവ്യായുധം വല്ലതും ഉണ്ട് ബാക്കി ആയെങ്കിൽ അതും നൽകി അനുഗ്രഹിക്കാം. കിട്ടിയില്ലേ? ശിഷ്യന് കൊടുത്താരെങ്കിലും ദക്ഷിണം കൊടുക്ക്, എന്തെങ്കിലും വിദ്യ ആയതുകൊണ്ട് കൊടുക്ക്, അതുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് പാർവതി വെള്ളം വെക്കുമ്പോ ശിവനാകെ. ശിഷ്യൻ പ്രവർത്തിച്ചത് വീരധർമ്മം, സുതാംഗ വൈകല്യം, ഒരു ഉഗ്രഹല്യം. ഇത് എങ്ങനെയാ പരിഹാരം ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് രാധാകൃഷ്ണന്മാരുടെ ഓടക്കുഴൽ കേൾക്കുന്നു. അവര് വന്നിട്ട് പ്രശ്നം പരിഹരിക്കുന്ന അതിമനോഹരമായൊരു കാവ്യം. ഒന്ന് വായിക്കുക, ഒന്ന് വായിക്കുക, അതിസുന്ദരമാണ്. അപ്പൊ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം. കല്യാണം കഴിഞ്ഞവരെ നമ്മൾ എത്ര പ്രാവശ്യം ഐ ലവ് യു എന്ന് വാട്സപ്പിലായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്ന് പറഞ്ഞോ? ഐ ലൈക്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞോ? എന്താ പറയാത്ത? കണ്ണാണ് പേഴ്സണാലിറ്റി. കണ്ണാണ് നമ്മുടെ സൃഷ്ടിയിൽ ബ്രഹ്മാവ് ഏറ്റവും ശ്രദ്ധയോടെ കൊണ്ടുപോയി വെച്ച സാധനം കണ്ണാണ്. നിങ്ങൾ നോക്കിയട്ടെ, കവിളില് നെറ്റിയുടെ ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് കുഴിയിൽ കൊണ്ടുപോയി വെച്ചത് എന്തും വന്ന് അടിച്ചാൽ പരിക്ക് പറ്റാതില്ല. ആ കണ്ണിലൊരു പൊടി വീഴാതിരിക്കാൻ കൈകൊണ്ട് തടയാനുള്ള സമയമില്ല. ലോകത്ത് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺട്രോളെയാണ്. ഓട്ടോമാറ്റിക് അടയുന്നില്ല. ആ കണ്ണിൽ മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ 2 സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലേ? പുരികം. അത് പൊടി വീഴാതിരിക്കാനാ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനാണ്. മനസ്സിലായി? പൊടി വീഴാതിരിക്കുക. അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണിലെ പൊടി കഴുകിക്കളയാൻ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെള്ളം ചീറ്റാൻ കാത്തു നിൽക്കാതെ കണ്ണിൽ നിന്ന് വെള്ളം തനിയെ കണ്ണിലൊഴിപ്പിച്ച് ഒഴുക്കി കളയുന്ന എന്തൊരു ഔചിത്യമാണ് ഈ കണ്ണ്. താൻ ജന്മന അന്ധനായ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? അന്ധനായ ഭർത്താവും അന്ധനായ അല്ലാത്ത ഭാര്യയും കൂടി പാടിയ ഒരു പാട്ടോർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. അതിന് പകരാണ് കണ്ണ് കെട്ടി നടന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, മുത്തച്ഛന്മാരെ, മുത്തശ്ശിമാരെ, നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ട് മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ എന്തിനാ കണ്ണ്? ഐ
ഐ കോണ്ടാക്ട്, കണ്ണിലെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ധൈര്യതകൾ കാണും, ആർദ്രത കാണും. കണ്ണിൽ നോക്കി വട്ടത്തിൽ ഇരുന്ന് സംസാരിക്കും. വട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ പ്രത്യേകത അറിയാവൂ? എല്ലാവർക്കും എല്ലാവരുടെ കണ്ണും കാണാം. അതുകൊണ്ട് ആ വട്ടമേശ സമ്മേളനം, ഇന്ന് സ്വാതന്ത്ര്യ വട്ടമേശ സമ്മേളനം നടത്തിയത് എല്ലാവർക്കും എല്ലാവരെയും ഐ കോണ്ടാക്ട്. ഇനി അവസാനം നോഡിങ്, മറ്റുള്ളവരുടെ ശരിയെ സമ്മതിച്ചു കൊടുക്കാനുള്ള തയ്യാറുകൾ. അത് വ്യക്തിബന്ധത്തിൽ തലകുലുക്കൽ. നോഡിങ് എന്ന് പറഞ്ഞാൽ തലകുലുക്കൽ, മനസ്സിലായി? സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. തലകുലുക്കി സമ്മതിക്കാൻ തയ്യാറാവുക. എന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ ശരിയാണ്. ആ തയ്യാറെടുപ്പാണ്. എന്നാൽ ഞാൻ മാത്രം ചെയ്യും. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് വിരിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. സോഫ്റ്റനായോ? ഇതാണ് മനുഷ്യത്വത്തിലേക്ക് ഒന്നാമത്തത് ചിന്ത, കാട്ടാളത്വത്തിന് മനുഷ്യനായത്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, പിടിക്കോ. മൂന്നാമത്തത് അധ്വാനം, പണിയെടുക്കണം. ഉണ്ടാക്കി ഉണ്ണുന്നവനാണ് മനുഷ്യൻ. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. ഈ പാട്ട് ബൈബിളാണ്. മനുഷ്യനായത് ഉണ്ടാക്കി ഉണ്ണാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മളെ ശക്തിയൊന്നും നമ്മളാണോ? എത്ര പേര് അധ്വാനിച്ചതാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന എന്റെ ശബ്ദം. ബലരാമൻ കലപ്പയെന്തിയവൻ, ഹലായുധൻ കർഷണം ചെയ്തു. കലപ്പ കൊണ്ട് കർഷണം ചെയ്തു, മണ്ണിനെ കർഷണം ചെയ്തു. അതിന് സംസ്കൃതമാണ് ഘർഷണം. കർഷണം ചെയ്ത് ഇളക്കി മറിച്ചിട്ട് അവിടെ നട്ട ബലരാമൻ, അതാണ് ഹലായുധൻ. ഹലം കലപ്പയല്ലേ? കാർഷിക വൃത്തിയിലേക്ക് ആരംഭമാണ് ബലരാമൻ. അതുകൊണ്ട് അധ്വാനിക്കണം, പണിയെടുക്കട്ടെ, പണിയെടുക്കണം. അടുത്തത് പങ്കുവെക്കണം. ആ പങ്കുവെക്കലാണ് കൃഷ്ണന്റെ കഥ. ഒരു വീട്ടിലും സ്വകാര്യ സ്വത്തില്ല. എല്ലാ വീട്ടിലെ വെണ്ണയും എന്റെ വെണ്ണയാണ്. അത് മോഷണമല്ല. എവിടെയുള്ള വെണ്ണയും ഞാൻ എടുക്കും. വെണ്ണ അവകാശപ്പെട്ടത് കുഞ്ഞുങ്ങൾക്കാണ്, കുഞ്ഞുങ്ങൾക്ക് എടുക്കാം. അതാണ് കൃഷ്ണന്റെ കഥയോടുകൂടി ആർദ്രത, സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സൗന്ദര്യബോധത്തിന്റെയും ഉത്ഭവമാണ് കൃഷ്ണൻ. അറിയണം, ശ്രീകൃഷ്ണൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു പത്രത്തിൽ. സർഗാത്മകതയുടെ ദൈവം എന്ന് പറഞ്ഞു. എന്താണ് കൃഷ്ണന്റെ പ്രത്യേകത? കൃഷ്ണന്റെ പ്രത്യേകത ശിശുപാലവധവും. ശിശുപാലൻ അത്ര വലിയ ഭീകരനാണോ? ശിശുപാലവധം നടത്താൻ വേണ്ടിയാണോ കൃഷ്ണൻ ജീവിച്ചത്? കംസവധം നടത്താൻ വേണ്ടിയാണോ? കംസൻ നേരത്തെ വലിയ ദുഷ്ടനായിട്ടൊന്നും നമ്മളറിയില്ല. കംസ ദുഷ്ടനായത് മറ്റേ അശരീരിയെ പറ്റിച്ചത്, ആകാശവാണിയെ പറ്റിച്ചത്. മാനം മര്യാദയിട്ട് ദേവകീന്റെ കല്യാണം നടത്തി പോവായിരുന്നു കംസൻ. ഈ ആകാശത്ത് നിന്ന് ഇവന്റെ കുട്ടി നിന്നെ കൊല്ലു എന്ന് പറഞ്ഞ പിന്നെ ജീവന് പേടിയില്ലാത്ത ആരെങ്കിലും അതിന്റെ പേരില്ലേ കംസം പിടിച്ച് കാലാഗ്രഹത്തിലിട്ട്, അല്ലേ? അതിന് മുമ്പ് കംസത്തിൽ എന്തും കുഴപ്പം നമ്മൾ കേട്ടോ. ആ അശരീരിയ പ്രശ്നം ഉണ്ടാക്കിയോ? ഇത് ഇതാണ് മാധ്യമങ്ങളെ സകല പ്രശ്നം മനസ്സിലായില്ലേ? അശരീരിയ പ്രശ്നം ഉണ്ടാക്കിയത്. ആ കംസനെ കൊല്ലാനല്ലല്ലോ കൃഷ്ണൻ ജനിച്ചത്, ശിശുപാലിനെ കൊല്ലാനല്ല ജനിച്ചത്. എന്തായിരുന്നു കൃഷ്ണാവതാരത്തിന്റെ ദൗത്യം? ഇവിടുത്തെ മനുഷ്യർ ഉണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും സമ്പത്തുണ്ടാക്കലും അല്ല. ഹേ മനുഷ്യ, നീ ചമ്പക കങ്കേളി കന്താതി പുഷ്പങ്ങൾ എമ്പാടും ചിമ്മിയ വന്യഭൂമി അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചൻപാടും ഗോവിന്ദനെയാണ് നിങ്ങൾ അറിയേണ്ടത്. വനമാല ചൂടിയവൻ. പുഷ്പങ്ങൾ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പുഷ്പങ്ങൾ തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണനൊരു പൂജയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷം പുഷ്പങ്ങളുടെ സൗന്ദര്യം. അതുകൊണ്ട് പൂക്കളെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അർച്ചന എന്താ? ആനനം അടയിച്ചതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം പുഷ്പാർച്ചനയാണ്. സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാരതത്തിലെ ദൈവസങ്കല്പങ്ങൾ. അതുകൊണ്ട് മഹാഭാരതവും രാമായണവും കുടുംബത്തിന്റെ സൗന്ദര്യബോധമാണ്, ധാർമ്മികതയുടെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവങ്ങളെ തരുന്നത് കുടുംബകഥകളിലൂടെയാണ്, അല്ലെ? ഉപനിഷത്തിലൂടെയല്ല ദൈവത്തെ തന്നത്, കുടുംബകഥകളിലൂടെയാണ്. അതിന്റെ സൗന്ദര്യം പുഴയുടെ തീരത്ത് പോയിട്ട് ഓടക്കുഴൽ വിളിക്കുമ്പോ രാഗങ്ങളിലൂടെയാണ്. രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ
മേളം കലർന്നങ്ങോ പാടുന്നേരം കണ്ണന്റെ വേണുവിൽ നിന്നുയരും നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത് ആ സൗന്ദര്യവും പുഴയും ആ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത പറഞ്ഞു കൊടുത്തിട്ട് അതിലൂടെയാണ് യശസ് എഴുതിയത് കൃഷ്ണൻ. ആ യശസ് കൊടുത്തവളാണ് അവൾ. യശസ് കൊടുത്തവൾ എന്നതിന്റെ സംസ്കൃതമാണ് യശോദ. അതാണ് യശോദ. കണ്ണന്റെ യശസ് ഉണ്ടാക്കിയ യശോദ. നിങ്ങളുടെ അമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ യശസ് കൊടുക്കേണ്ടവർ നിങ്ങളാണ്. ആ സർഗാത്മകത കൊടുത്തോ, ആ സൗന്ദര്യബോധം കൊടുത്തോ. പുഴയിൽ മാലിന്യം ഉണ്ടാക്കുന്ന കാളിനെതിരെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇപ്പോ ഓക്കെ ലേസും ബിങ്കോ വാങ്ങിയിട്ട് അതിന്റെ പാക്കറ്റ് കൊണ്ടുപോയിട്ട് തോട്ടിൽ ഒലിപ്പിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഗുരുവായൂർ കൊണ്ട് തൊഴിച്ചിട്ട് എന്ത് കാര്യം? ഗുരുവായൂർ തൊഴിൽ തിരിച്ചു പോകുമ്പോ ഈ പുഴയിൽ മാലിന്യം കലർത്തരുതെന്നൊരു സന്ദേശം അവന് ബോധ്യപ്പെടുത്തണ്ടേ? അതല്ലേ കാളിയവർദ്ധനം കഥ, അതല്ലേ പഠിക്കേണ്ടത്. നവരസങ്ങൾ, നവരസങ്ങൾ ഇവിടെ ഒട്ടത്തുള്ളിൽ ആചാര്യൻ നവരസങ്ങൾ ആരാ പറഞ്ഞു? രസങ്ങൾ ആര് പറഞ്ഞു? രസങ്ങൾ കരുണം, വീര്യം, ശൃംഗാരം, വിമർശം, അദ്ഭുതം, മാസം, ശാന്തം 9 രസങ്ങളിൽ രസരാജം ആരാ? ശൃംഗാരമാണ്. ശൃംഗാരത്തിന് 16,000 ഭാവം ഉണ്ടെന്നാ പറയുന്നത്. 16,000 ഭാവം. ബാക്കി 8 എത്ര മൊത്തം രസം? 16,000 രസം. ഈ 16,000 രസത്തിന്റെ MA ഡിഗ്രി എടുത്ത ആളെ കൃഷ്ണൻ. മാസ്റ്റർ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നാവൻ, ഭർത്താവ്. അത് കേട്ടിട്ട് അന്ന് അതിന്റെ സർഗാത്മകമായിട്ട് 16,008 രസങ്ങൾ കൃഷ്ണന്റെ വധുക്കളാണെന്ന് പറഞ്ഞപ്പോ പലരും വിചാരിച്ചു കൃഷ്ണന്റെ 16,008 ഭാര്യയുണ്ട്. പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച കൃഷ്ണൻ ഭാര്യയുടെ വോട്ടോട്ട് ജയിച്ചു. എന്ത് അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക? ഈ രസങ്ങൾ കൊണ്ടുണ്ടാവുന്ന മഹാ രാസലീലത, ആ രസങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചത് കൃഷ്ണനാണ്. അവിടെയാണ് ദശാവതാരങ്ങളിൽ ഏറ്റവും മുന്നിൽ വന്ന കൃഷ്ണന്റെ സന്ദേശം. കൃഷ്ണന്റെ സന്ദേശം ഭഗവത്ഗീതയേക്കാൾ വലിയ സന്ദേശം. മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യബോധവും സർഗാത്മകതയും എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതില്ലാത്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഹോട്ടലുകൾ വർദ്ധിച്ചു, പുസ്തകശാലകൾ കുറഞ്ഞില്ലേ? മനുഷ്യത്വം വളരുന്നുണ്ടോ? ഇന്നലകളും പ്രാർത്ഥനകളും പൂജകളും ഉത്സവങ്ങളും വളരുമ്പോഴും മനുഷ്യന് സ്നേഹവും നന്മയും വളരാത്തതിന്റെ പ്രധാന പ്രശ്നം അവന്റെ ഉള്ളിൽ സർഗാത്മകതയില്ല, പുഷ്പങ്ങളില്ല, അവന്റെ ഉള്ളിൽ കലയില്ല, അവന്റെ ഉള്ളിൽ ഓടക്കൊള്ളുനാദമില്ല, അട്ടഹാസമാണ്. അവന്റെ ഉള്ളിൽ മധുരതരമായ സംഗീതത്തെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. പകരം അവൻ കുടിക്കുന്നത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർവത്ത്. വിവാഹം കാമപൂർത്തീകരണത്തിനുള്ള മാർഗമാണെന്ന് ധരിച്ചുപോയി. ആദ്യരാത്രിക്കാണ്ടി വേണ്ടിയാണോ വിവാഹം? വിവാഹം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും ഇണചേരാൻ ഇത്രയും പൈസ വേണോ, പന്തല് വേണോ, ഭാര്യ വേണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ശരീരങ്ങൾ ചേരലല്ലോ, 2 ആത്മാക്കൾ ചേരുന്നതാണ്, 2 മനസ്സുകൾ, 2 സംസ്കാരങ്ങൾ ചേരുന്ന, 2 വികാരങ്ങൾ ചേരുന്ന വിശുദ്ധമാണ് വിവാഹം. ആശാന്റെ സീത പറയുന്ന ഒരു വാക്കുണ്ട്, പരിപാവനമാം വിവാഹമേ, പരിപാവനമാം വിവാഹമേ, സുതിമന്ദാര മനോജ്ഞ പുഷ്പമായി ചെടിയിൽ കുളിരേരി നിന്ന് നീ എത്രയത പതിച്ചു നീ. സുതിമന്ദാര മനോജ്ഞ പുഷ്പം, സുതി വേദങ്ങളുടെ മന്ദാര മനോജ്ഞ പുഷ്പമാണ് വിവാഹം. എന്നാൽ 16 കൊല്ലായിട്ട് കുട്ടികൾ പാടുന്നത് ഈ കല്യാണ പരിപാടി വേണ്ട. അതുകൊണ്ട് അതിന്റെ ഗുണം, അതിന്റെ ദോഷം നിങ്ങളുടെ വീട്ടിലുണ്ടാകാൻ എന്താ? കല്യാണ പരിപാടി വേണ്ടാണ് പാടിയത്. താലി കെട്ടുന്ന തന്തു മംഗല്യം തന്തുനാനേന, താലി കെട്ടുന്ന കല്യാണത്തിന് ചൊല്ലുന്നത് മാത്രല്ലേ? തന്തുനാനേന കല്യാണം നടത്തിയ ജീവിതം തൊലച്ചു പോകുന്ന മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. അതിന്റെ പ്രമോഷൻ ഗാനമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ നിങ്ങളുടെ കുട്ടികൾ പാടിയത്. അതിന്റെ ദുരന്തം ഇപ്പൊ അനുഭവിക്കുക. ഇപ്പൊ പെൺകുട്ടികൾ പറയാ കല്യാണം വേണ്ട,
എന്തിനു കല്യാണം? പരിപാടിയെ വേണ്ട. ലിവിങ് ടുഗദർ ആയിട്ട് അവസാനം ഇവരെ മടുക്കുമ്പോ ഇവിടെ മടുക്കുമ്പോ രണ്ടും രണ്ട് വഴിക്ക് പോവാം. മറ്റുകൾ അമ്മ, അച്ഛൻ, അമ്മാവൻ, അമ്മായി എന്ന കുടുംബ ബന്ധത്തിന്റെ ആർദ്രതയും അടിത്തറയും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യ ജീവിതത്തിൽ എന്താണ്? മൃഗങ്ങളെ പോലെയല്ലേ ഇണചേർന്ന് രമിച്ചു മരിക്കുന്ന മൃഗങ്ങളായി മാറാനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ തടയിടാൻ നിങ്ങൾക്ക് കരുത്ത് വരും. അതിന് ആധ്യാത്മികതയും ധാർമ്മികതയും മൂല്യബോധവും സൗന്ദര്യബോധവും കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, നിങ്ങളുടെ കുട്ടികളെ തിരിച്ചു പിടിക്കണം. അവര് പോട്ടെ, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, വൈലോപ്പള്ളി നമ്മളോട് പറയാം, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ ഈ കൊന്നപ്പൂ പറയാൻ കാരണം? എന്തുകൊണ്ട് താമരപ്പൂവോ ചെമ്പരത്തിപ്പൂവോ പനിനീർപ്പൂവോ പറഞ്ഞില്ല? കൊന്നപ്പൂ പറയാൻ കാരണം ബാക്കി പൂക്കളെല്ലാം അനുകൂല സാഹചര്യത്തിൽ വസന്തകാലത്ത് വിരിയുന്നതാണ്. എന്നാൽ കൊന്നപ്പൂവ് പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ്. വേനൽ ചൂടിൽ ഉരുവിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്നപ്പൂക്കും. വരൾച്ചയുടെ വറുത്ത മണ്ണിന്റെ ഇടയിലൂടെ ആർദ്രതയുടെ കിരണങ്ങൾ തേടിയിട്ട് വേരുകൾ പോയി അതിനെ വലിച്ചെടുത്തിട്ട് സ്വർണം ചേർത്ത് പൂക്കളെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ മനുഷ്യ ജീവിതം. എല്ലാ പ്രശ്നവും തീർത്തിട്ട് പുഞ്ചിരിക്കാൻ നോക്കിയാൽ നടക്കുമോ? ആർക്കും പുഞ്ചിരിക്കാൻ പറ്റില്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം, അവിടെയും പുഞ്ചിരിക്കാൻ. ജീവിതം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ പുരാണങ്ങൾ വായിക്കുന്നത് ദൈവത്തിനല്ല, പുരാണങ്ങളിലൂടെ നമുക്ക് എടുക്കാനുള്ളത് എടുക്കണം. നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ, ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങാൻ കഴിയണം. അത്തരത്തിൽ ഹൃദയമാകുന്ന ക്ഷേത്രം ഗംഭീരമാവണം. ഗുരുവായൂർ അമ്പലം ശ്രീ വൈകുണ്ഠമാകുന്നത് ഇവിടെ താമസിക്കുന്ന ജനഹൃദയങ്ങളിലെല്ലാം ആ പ്രകാശം തൊടുന്നത്. അതാണ് പ്രകാശം കൊണ്ട് വാങ്ങാനാണ് തൊടുന്നത്. ആ പ്രകാശം ഇവിടെ പോരാ, പ്രകാശം ഇവിടെയും വേണം. അതുകൊണ്ടാണ് തോന്നിട്ട് ഇങ്ങനെ മേലക്കാലും അണ്ടേ ചിന്തയും വേണം, വികാരത്തിലും വേണം. ഇവിടെ ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ആ ക്ഷേത്ര സമന്വയങ്ങളുടെ സ്ഥാനത്തെയാണ് കുടുംബം എന്ന് പറയുക. കുടുംബം ഇമ്പമുള്ളത്, അല്ലാതെ കുടുംബം ഭൂകമ്പമുള്ളതല്ല. അവിടെ ഉത്സവം നടത്തണം. ഇവിടെ എപ്പോഴും മൃഗതൃഷ്ണ മാത്രം പോരാ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ആ ദേവാലയങ്ങളുടെ ശില്പികളാണ് കുടുംബനാഥൻ. മനസ്സിലായോ? ഹൃദയമാകുന്ന ക്ഷേത്രത്തിന്റെ ദേവാലയത്തിന്റെ ശില്പികളാണ് കുടുംബനാഥന്മാർ. ആ ക്ഷേത്രം നിർമ്മിക്കുന്ന ആളുകളാണ്, ആ ഇടമാണ് കുടുംബം. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നന്മയും സ്നേഹവും എല്ലാം ചേർന്ന് അല്ലെ, ചിന്ത, ആശയവിനിമയം, അധ്വാനം, പങ്കുവെക്കൽ, സൂക്ഷിച്ചു വെക്കൽ, ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടോ, നിങ്ങളുടെ കുടുംബം ഐശ്വര്യപൂർണമാകും. ഇതിൽ ഓരോന്ന് പറയുമ്പോ അതിന്റെ ദോഷം നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ പറ്റും. അത്തരത്തിൽ ഈ ഗുരുവായൂർ നടയിലുള്ള ഈ കുടുംബത്തിൽ കേവലം കൃഷ്ണന് കൊട്ടേഷൻ കൊടുത്തിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയലല്ല. ആ കൃഷ്ണന്റെ കൊട്ടേഷൻ നമ്മൾ ഏറ്റുവാങ്ങാനാണ് തൊഴിൽ. നിന്റെ ആ ധാർമ്മികത ഞാൻ ഏറ്റുവാങ്ങുന്നു, അതാണ് തൊഴിൽ. നമ്മളാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മളാവണം. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പൈതൃകം തലമുറ കൈമാറി സംസ്കാരം ഒരു ദിവസം പൊട്ടിമുളക്കുന്നതല്ല. കഴിഞ്ഞുപോയ തലമുറയുടെ അനുഭവം, മനുഷ്യന്റെ പ്രത്യേകത ഭൂതകാലത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഊർജം ശേഖരിച്ച്
വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് വരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മാത്രമേ മനുഷ്യരെന്ന് പറയൂ. ത്രികാലജ്ഞാനിയാവണം. ഭൂതം ഉണ്ടാവണം, വർത്തമാനം ഉണ്ടാവണം, ഭാവി ഉണ്ടാവണം. മൃഗങ്ങൾക്കില്ലല്ലോ, കാലദേശ ബോധങ്ങൾ അവർക്കില്ലല്ലോ. ഗുരുവായൂർ നടയിൽ ആന എഴുന്നള്ളുമ്പോ ആനക്കറിയോ ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്? അറിയില്ല. നമുക്കറിയാം ഇത് എവിടെയുള്ളത്. ഇത് ഏതാ 2024 ഇന്ന് നവംബർ മാസമാണെന്നും നമുക്കേ അറിയൂ, മൃഗങ്ങൾക്കറിയില്ല. ദേശബോധം ഉണ്ടാവണം. എവിടെ നിന്നോ വന്നു ഞാനെന്നറിയണം, എവിടേക്കോ ഊണ് ഞാനെന്നറിയണം. അതിന് വിളക്കുമരമായിട്ട് ദൈവത്തെയും തത്വശാസ്ത്രങ്ങളെയും പുരാണങ്ങളെയും വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേവലം നാടകഗാനത്തിലെ വരിയല്ല. ഉദ്ദാലകാരിണി ശ്വേതകേതു സംവാദത്തിൽ ഉദ്ദാലകാരിണിയോട് ശ്വേതകേതു ചോദിക്കുന്നതാണ്, പിതാവേ, ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? ഈ സംവാദങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും. സംവാദങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോൾ വീടുകളാണ് എന്തുണ്ടാവുന്നത്? വിവാദങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സംവാദത്തിന്റെ ഇടമായിട്ട് കുടുംബ ബന്ധങ്ങൾ മാറണം. നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല കവിതകൾ ചൊല്ലണം, നല്ല ചിത്രങ്ങൾ കാണണം, നല്ല പൂക്കളെ ആസ്വദിക്കണം. അത്തരത്തിലുള്ള വീടുകളായി മാറാൻ സംസ്കാരം പകരണം. അത്തരത്തിൽ പൈതൃകം ഗുരുവായൂർ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ചില ചിന്തകൾ, എന്റെ ചില തോന്നിയാക്ഷരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം തന്നതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു.